ഹലോ ദേവു, എന്നെ ഉണ്ടടി വിശേഷം? ഓ, എന്നാ ചെയ്യണ, ബിസി ആയി പോയി മുത്തേ. ഇല്ലെങ്കിൽ ചായ 3 നേരം നിന്റെ അടുത്ത് വരുന്നതല്ലേ. എന്താ ദേവു മിസ് ചെയ്തോ? സാരമില്ല, എന്തായാലും ഞാൻ വന്നില്ലേ. പിന്നെ എന്നാ ഇപ്പതേ നിന്നെ മിസ് ചെയ്തിട്ട് ഞാൻ വിളിച്ച. ഞാൻ ദേവുവിനൊരു കാര്യം തരട്ടെ. വീട്ടിൽ കയറി പൊടി. നീ ഒന്ന് മനുഷ്യനെ മനസ്സമാധാനത്തിൽ കോളല്ലേ? എന്തായി കാണിക്കണേ? തരട്ടെ. എന്ത്? ദേവുവിന് കൊടുക്കാന്ന് പറഞ്ഞ കാര്യം. അതങ്ങ് ദേവുവിന് കൊടുത്താ മതി, എന്റെ അടുത്ത് ഇറക്കണ്ട. ഇപ്പൊ നിനക്ക് തരാനാ തോന്നണേ. മാറ്, എനിക്ക് പോണം. நெஞ்சில் வந்து வந்து நிக்கிற என்ன சாஞ்சி சாஞ்சி நீ பார்த்து உன்னு சிக்க வைக்கிற கனாவென முளைக்கிறாய் இமை அணைக்கையில் நான் வினாவென வளைகிறேன் உனை நினைக்கையில். ஜாத்தியே ஜாத்தியே நீதான் அடி என் வாழ்க்கையே. ஓ ஓ நீ என்பதே நான் என்கிற நீயே. ஓ ஜாத்தியே 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 நீதான் அடி என் வாழ்க்கையே. ஓ நீ என்பதே நான் என்கிற நீயே. നിനക്ക് പറ്റിയില്ല, വേണ്ട, ഞാൻ ദേവുവിനോട് പൊക്കോളാം. എന്നെ പറഞ്ഞാൽ ഈ ദേവു വരെ നിങ്ങളുടെ മറ്റുള്ളോ? അതെ ആണെങ്കി ഇയാളെ ഞാൻ എന്തോ ഇത് കൊറേ നേരം വരെ അതിൽ മുട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. മൈൻഡും ഇല്ല. ഇപ്പൊ ശരിക്കും എന്റെ കണ്ണേ, എന്ത് പറ്റിടി? എന്റെ കണ്ണിൽ എന്തോ പൊടി പോയിച്ചായ. എന്റെ കണ്ണ് കണ്ണിട്ട് അങ്ങനെ തിരുമാല. എന്നിട്ട് കൈ മാറ്റ്, ഞാൻ നോക്കട്ടെ. എന്റെ കണ്ണ് ரத்த செல்கள் ஒன்ன கண்ட பின்பு கொடிகள் ஏந்தி ஒண்ணு കണ്ണില് ഒന്നുമില്ല. അത് ശരി. ஜாத்தியே ஜாத்தியே நீதான் அடி என் வாழ்க்கையே. நீ என்பதே நான் என்கிற நீயே. ஓ ஜாத்தியே ஜாத்தியே நீதான் அடி என் வாழ்க்கையே. நீ என்பதே நான் என்கிற நீயே. ആരാ അവൻ ഇവിടെ ഇല്ലേ? ദൈവമേ, ഇതാരാണാവോ? ഇനി ആ ദേവു വല്ലതുമാണോ? കയറുക. ഓക്കെ, താങ്ക് യു. എന്നെ മനസ്സിലായി കാണില്ല. ആ മെർലിൻ ചെറിയ ജയുടെ മമ്മിയാ. എന്റെ കൃഷ്ണ, മമ്മിയോ? സബാഷ്, എന്റെ കാര്യത്തിൽ തീരുമാനമായി. മമ്മി ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ, ഞാൻ ചായ കുടിക്കില്ല. വീട്ടില് ചായ കുടിക്കുന്നത് അവൻ മാത്രം. അവന് ചായ ഭയങ്കര ഇഷ്ടാ. അറിയാം, എനിക്കും ചായ ഭയങ്കര ഇഷ്ടാ. എന്നാ ഞാൻ തണുത്ത വെള്ളം എടുക്കാം. വേണ്ട മോളെ, വിശദമായി കുടിക്കാനും കഴിക്കാനും ഞാൻ പിന്നെ ഒരുങ്ങി വരാം. പപ്പ എന്ത് ചെയ്യുന്നു? മാഫിയ പണി തന്നെ. മാഫിയോ? അവൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. കൊള്ളാം, നമ്മുടെ ഫാമിലി തന്നെ ഒരു മാഫിയ കുടുംബം. അപ്പൊ അപ്പം കഴിഞ്ഞ പിന്നെ മെയിൻ ആൾ അവനല്ലേ? അവൻ മോളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. പാവം, കൊച്ചിട്ടേച്ച് പോയാലൊന്ന് പേടിച്ചിട്ടാവും. എന്തോന്ന്? ഞാനും മാഫിയ. വണ്ടർഫുൾ. ഞാൻ വന്ന കാര്യം പറയാം.
എന്റെ മോനായതുകൊണ്ട് പറയൂല. അപ്പന്റെ സകല കുരുത്തക്കേടുകളും തല്ലിപ്പൊളി സ്വഭാവവും അവന് കിട്ടിയിട്ടുണ്ട്. കുറെ നാളുകൊണ്ട് ഞാൻ അവനെ ഒന്ന് കെട്ടിക്കാൻ നോക്കുക. സമ്മതിക്കണ്ടേ? ഈ ഫ്ലാട്ടിങ് പരിപാടി ഉണ്ടെങ്കിലും ഒരാഴ്ചയിൽ കൂടുതൽ അവൻ ഒരു പെണ്ണിനെയും കൂടെ കൂട്ടില്ല. ബട്ട് ഐ നോട്ടീസ്ഡ് വൺ തിങ്. നിങ്ങളിപ്പോ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മാസമാകുന്നു. അമ്മയെ അറിഞ്ഞു. അവനങ്ങനെ ഒരുത്തിനെയും കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും. അമ്മയ്ക്കറിയാം എന്റെ മോന് നിന്നെ നല്ല ഇഷ്ടം. ഇല്ലാണ്ട് അവൻ ഇങ്ങനെ ഇത്രയും നാൾ നിന്നെ കൊണ്ട് നടക്കില്ല. എന്തായാലും മമ്മിക്ക് മോളെ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം എന്നാ എന്റെ ആഗ്രഹം. അല്ല മമ്മി, അത് പിന്നെ ഞാൻ വേണ്ട. മമ്മിക്ക് മോളെ പറ്റി ഒന്നും അറിയണമെന്നില്ല. ഞാൻ നിന്നെ എന്റെ മരുമോളായി കണ്ടുപോയി. ഇനി ഇത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ശരി, ഇനി ഡാഡി മക്കളുമായിട്ട് ഒരു ദിവസം വരാം. ഓക്കെ, എന്നാ ശരി, ബൈ. നിക്ക്. വെട്ടും കൊലയൊക്കെ കഴിഞ്ഞോ? വെട്ടും കൊലയോ? നിങ്ങളെന്താ മാഫിയെന്ന് എന്നോട് പറയരുതേ. പറയണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട്. മമ്മി വന്നിരുന്നു. എന്തിന്? മമ്മിക്ക് എന്നെ ഇഷ്ടമായി. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ കല്യാണം നടത്തണമെന്ന്. ഓ, ഈ മമ്മിക്ക് ഇതെന്തിന്റെ കേടാ? വേണ്ടെന്ന് പറഞ്ഞ എന്താ ഈ തള്ള കേക്കാത്ത? എന്നിട്ട് നിന്നെന്ത് പറഞ്ഞു? ഓഹ്, പറഞ്ഞ നാക്ക് വായിലിട്ടില്ല. അപ്പോഴേക്ക് വിളിക്കും. ഹലോ, നിങ്ങൾ കൊന്നാലും ചാവില്ലല്ലോ തള്ളേ. അത്ര കൈസ. എന്താണ് ചെറുക്ക? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു. പിന്നെ ഡേറ്റും കൂടെ തീരുമാനിച്ചാ മതി. നീ ആ മോളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. കല്യാണത്തിലുള്ള ഡ്രസ്സിന്റെ ഒക്കെ പറ്റി ഒന്ന് ചോദിക്കട്ടെ. എന്തുവാ മമ്മി ഇത്? കൊച്ചിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനാ പറഞ്ഞേ. ഓഹ്, ഇന്നോ? ഹലോ. ആ മോളെ, മോളിതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിത്തരും. വേണ്ടത് പറ. എന്നാ മോളെ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി മമ്മി. മമ്മിയാ? എപ്പ മുതല്? ഡി നിക്കടി. ചോദിക്കുന്നതിനൊക്കെ മിണ്ടാതെ കേട്ടേക്കുന്നതെന്ന് കണ്ടല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? അതോ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇല്ല. ആഹാ, പിന്നെ നിനക്ക് എന്നെ കട്ടണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ഈ മൗനതയുടെ അർത്ഥം എന്താ? എനിക്കൊന്നും പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഓഹോ, ദേ ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണത്തിനൊന്നും എനിക്കൊരു താല്പര്യമില്ല. മര്യാദയ്ക്കൊന്ന് മുടക്കിക്കോ, അതാ നിനക്ക് നല്ലത്. ഫോണിങ് താ. എന്തിനാ? ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്. ഹലോ മമ്മി. എന്താ മോളെ വിളിച്ചേ? മമ്മി, ടേച്ചാൻ ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേ. ടേച്ചാൻ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അവന് താല്പര്യമില്ല. അല്ല മോളെ, അത് ഞാൻ മമ്മി ഐ എം സോറി. ഈ കല്യാണം നടക്കില്ല. എടി, കുറച്ച് കഴിഞ്ഞു മതിയെന്ന് പറ. എന്നെ? ഒന്നുമില്ല. ആഹാ, പിന്നെ നിനക്ക് എന്നെ കട്ടണോ? ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണത്തിനൊന്നും എനിക്കൊരു താല്പര്യമില്ല. മര്യാദയ്ക്കൊന്ന് മുടക്കിക്കോ, അതാ നിനക്ക് നല്ലത്. ഇപ്പൊ നീ അവനെ സ്നേഹിക്കുന്നു. അവനെ കിട്ടാണ്ട് വന്ന നീ തന്നെ ഒരുപാട് വേദനിക്കും. എന്തിനാ അങ്ങനെ വേദനിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നിന്നെ വേദനിപ്പിക്കാൻ ചുറ്റും ആളുകളുണ്ട്. നിനക്കിത് മതിയാക്കി കൂടെ വാവേ? നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് ഇനി പറ്റാത്തോണ്ടാ. ഒരിക്കലും ടീച്ചർ എന്നെ സ്വീകരിക്കില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിയിക്കാതെ കൂടെ നിന്നാ അത് മറ്റൊരു രീതിയിലേക്കാകും. എന്നാ പറഞ്ഞ ഈ ഒരു ബന്ധം പോലും നഷ്ടമാകും. അങ്ങനെ നഷ്ടപ്പെടുത്താനും എനിക്ക് ആഗ്രഹമില്ല. ടീച്ചർ, എന്നെ ഇട്ടിട്ട് പോയിക്കൂടെ? എന്തിനാ എന്നെ ഇപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കണേ? ഉള്ള സ്നേഹം ഒതുക്കി പിടിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റണില്ല. ടേച്ചാനായിട്ട് പോവട്ടെ, അത് ഇനിയിപ്പോ നടക്കും. ഒന്നുമില്ല. സീതേ, 2-3 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ചോദിക്കും ഇല്ലാന്ന് പറയണേ. ഒന്നുമില്ല ടേച്ചായ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ.
എടി എന്താണ് പ്രശ്നം? എന്നടി നിന്നെ ടേച്ചാൻ എന്നെ വിളിച്ചു. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ടീച്ചർ വിളിച്ചോ? എടി പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ, എടി ഞാൻ അങ്ങയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആകുന്നുണ്ട്. എനിക്ക് പറ്റണില്ല ഇതൊന്ന് കാണാൻ. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ആഹാ, ഇതിപ്പോ അതിലും വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണേ. എടി നീ എന്തേലും പറഞ്ഞു സെറ്റാക്കടി. ആ വെയിറ്റ്, ഞാൻ വരാം. എന്താ രണ്ടിന്റെ പ്രശ്നം? എടി, ഒരാഴ്ചയായി ഇവളുടെ അടുത്ത് മര്യാദക്ക് സംസാരിച്ചിട്ട് എന്താ കാര്യം തിരിച്ചു ചോദിക്കുക. ഒരാഴ്ചയോ? നീ എന്നോട് പറഞ്ഞ 2 ദിവസമാണല്ലേ? 2 ദിവസം, ഒരാഴ്ച അവിടെ മിണ്ടിയിട്ട്. എന്താ വാവേ കേക്കണേ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായേ? നീ ചോദിക്കേ. ഞാൻ ചോദിച്ചിട്ട് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എടി അതൊന്നുമില്ലടി, മറ്റേ പഴയ പ്രശ്നമൊക്കെ ഇങ്ങനെ കിടക്കുന്നോണ്ട്. എന്ത് പഴയ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ഇത് വേറെന്തോവാ. അല്ല, അത് തന്നെ ടേച്ചായ. നീ എന്നോട് മിണ്ടണ്ട. അയ്യോ ടേച്ചായ, അയ്യോ സത്യം അങ്ങനെയാ. എനിക്കിനി നിന്റെ വർത്താനൊന്നും കേൾക്കണ്ട, ഞാൻ പോണു. അയ്യോ ടേച്ച പോലെ 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 ഞാൻ പറയാം. വെയിറ്റ് നിക്ക്. എന്റെ പൊന്നു വാവേ, ഉള്ളിൽ ഇത് വെച്ചോണ്ടിരുന്നത് എന്റെ പ്രശ്നമാവും. ഉള്ളിലൊന്നും വെച്ചോണ്ടിരിക്കരുത്. ഒക്കെ പറഞ്ഞു. ഇവിടെ ആരും ഒന്നും നിന്നെ ചെയ്യില്ല. ഓക്കെ വെയിറ്റ്, ഞാൻ പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ ഇറങ്ങി ഓടും. നീ പറ. അത് എനിക്ക് ടേച്ചാനെ ഭയങ്കര ഇഷ്ടമാണ്. ടേച്ചാനെ കൂടുതൽ ആരെങ്കിലും സ്നേഹിക്കുന്ന കണ്ടാൽ എനിക്ക് പോസിറ്റീവ് ആവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ ചോദിച്ചേനെ, പറഞ്ഞേനെ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലോ ചോദിച്ചു കഴിഞ്ഞാലോ ചിലപ്പോൾ അത് വഴക്കായി പോവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇനി വേറെന്തെങ്കിലും? ഇനി വേറൊന്നുമില്ല, ഞാൻ പോവാ. അയ്യോ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കറിയായിരുന്നു ഇതാ കാര്യം. പിന്നെ നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കളിച്ചതാ. ഓഹോ, അത് ശരി. പാവം ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതി. സീതേ, നീ വേഗം റെഡിയാവ്. നമുക്കൊരിടം വരെ പോകണം. എവിടേക്കാ? അതൊക്കെ പറയാം, നീ റെഡിയാവ്. വാവ്, ഇതേത് പാലസാ? ഇത് പാലസ് അല്ല, എന്റെ വീടാ. വാട്ട്, വീടോ? കേറി വാ. ഈശ്വര. മമ്മി. വന്നോ? കേറി വാ, ഇരിക്ക്. ഞാൻ എല്ലാരും വിളിച്ചിട്ട് വരാം. സത്യം പറഞ്ഞാ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാരും വന്നു. എല്ലാവരുടെ മുഖം കണ്ടാൽ തന്നെ പേടിയാവും. ഈശ്വര, ഇന്ന് എന്റെ അന്ത്യാണെന്ന് തോന്നണേ. പേടികൊണ്ട് ഞാൻ ടേച്ചാന്റെ കൈ മുറുകെ പിടിച്ചു നിന്നു. മമ്മി എന്റെ അടുത്തേക്ക് വിളിച്ചു. പക്ഷെ ഞാൻ പേടികൊണ്ട് മടിച്ചു നിന്നു. പേടിക്കണ്ട, അവര് നിന്നെ ഒന്നും ചെയ്യില്ല. ടേച്ചാന്റെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. മമ്മി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി തന്നു. അവരെല്ലാവരും എന്നോട് സംസാരിച്ചു തുടങ്ങി. ചുരുങ്ങിയ ചില സമയങ്ങൾ കൊണ്ട് ഞാൻ അവിടെ എല്ലാവരുമായിട്ട് അടുത്തു. എല്ലാരെയും കണ്ട് പരിചയപ്പെട്ടു. ടേച്ചാന്റെ പപ്പ എവിടെ? കണ്ടില്ലല്ലോ. ഇച്ചായിനോ? അല്ല, അതങ്ങനെ വിളിച്ച് ശീലായി. ശീലം മാറ്റണ്ട, കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങേര് രാത്രി വരും. ഇതേടെ റൂം. ഇന്നു മുതല് ഇത് നിങ്ങളുടെ റൂമാ. മോളിവിടെ നിക്ക്, ഞാനിപ്പോ വരാം. എന്താ ഇവിടെ പരിപാടി? ഞാൻ റൂമൊക്കെ ഒന്ന് കാണുമായിരുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇച്ചേ, പപ്പ വന്നിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നു. ടീച്ചറുടെ പപ്പ വാപ്പിയാന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ട ഒരു രൂപമുണ്ട്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. ക്യാരക്ടറാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ആള് നല്ല കൂളാണ്, ഫ്രണ്ട്ലിയാണ്, പിന്നെ ഹോട്ടാണ്. മമ്മി, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അതെ. എങ്ങനെ മനസ്സിലായി? പപ്പേനെ കണ്ടപ്പോ മനസ്സിലായി. ടീച്ചായ, നമുക്ക് പോവാ. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഏത് വീട്? ഇതാ ഇനി മുതൽ നിങ്ങളുടെ വീട്. ടീച്ചായ, എന്താ ഇത്?
എനിക്കിത് പങ്കില്ല. മമ്മി അങ്ങനെ പറയല്ല, എനിക്ക് വീട്ടിൽ പോണം. ഇനി ഒന്നും പറയണ്ട. മോള് സാധനങ്ങളൊക്കെ നാളെ എവിടെ എത്തും. മോനെ, മോളെ വിളിച്ചോണ്ട് ചെല്ല്. ആ അതെ, ഒരു കാര്യം, ചേടയും ജിസയുടെയും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 22 ഹൽദി, 29 മെഹന്തി, 30 വെഡിങ്. നാളെ തന്നെ അതിനുള്ള ഒരുക്കള തുടങ്ങും. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്ത് കയറി വാ. എന്താ ഇതൊക്കെ? നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? എന്റെ പെണ്ണിപ്പോൾ സേഫ് അല്ലേ, ഹാപ്പി അല്ലേ? ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത്? ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേരു ചൊല്ലുമോ? ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ടുപോരുമോ? കുറുന്നു പൂങ്കവേ കുറുമ്പു പുഞ്ചിരി മുഖം തെളിഞ്ഞാൻ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിലാവാണിവൾ. ദൂരെ നിന്നവൻ ഞാൻ, ദൂതായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ. കാലം കാത്തു നിന്നെ തിരയാൻ വന്നതല്ലേ ഇന്നീ സ്വപ്നഭൂമിയിൽ.